Hello. Welcome to market discussion of the day. Today, August 28, 2025, Thursday ആണ്. സോ ഇന്ന് ഈ ആഴ്ച മാറി നിൽക്കണം എന്ന് പറഞ്ഞ ദിവസമാണ് ഇന്നല്ലേ. എന്തുകൊണ്ട് മാറി നിൽക്കണം? ഇന്ന് നമുക്ക് GDP അനൗൺസ്മെന്റ് ആണ്. ഓക്കെ, സോ നമുക്ക് എല്ലാ ദിവസത്തെയും പോലെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളെ കുറിച്ച് നോക്കാം. സോ ഇന്നലെ നമുക്ക് ഓൾറെഡി നമ്മളുടെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. ക്രൂഡ് ഓയിൽ സ്റ്റേക്ക് ചേഞ്ച് നെഗറ്റീവായിട്ടാണ് വന്നത്. നമുക്ക് ഫോർകാസ്റ്റിനെക്കാട്ടിലും നെഗറ്റീവായിട്ടാണ് വന്നത്. പക്ഷേ നല്ല കാര്യം എന്താ വെച്ചാൽ പ്രീവിയസിനെക്കാട്ടിലും കുറച്ച് പോസിറ്റീവായിട്ടാണ് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ഓൾറെഡി യൂറോ സോണിൽ നിന്ന് കൺസ്യൂമർ പ്രൈസ് എക്സ്പെക്റ്റേഷൻ വന്നിട്ടുണ്ട്. അത് ഫോർകാസ്റ്റിനെക്കാട്ടി നെഗറ്റീവായിട്ട് വന്നു. പക്ഷേ പ്രീവിയസിനെക്കാട്ടിലും കുറച്ച് ഒരു പൊടിക്ക് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഉച്ചയ്ക്ക് 1:30 മണിക്കാണ് നമ്മുടെ GDP അനൗൺസ്മെൻറ്റ്. ആ സമയത്താണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ടത്. സോ GDP അനൗൺസ്മെൻറ്റ്, സോ നമുക്ക് ഓൾറെഡി നമ്മുടെ പ്രീവിയസും ഫോർകാസ്റ്റും 3% ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ എന്തായിത്തീരും നമുക്ക് ഒരിക്കലും ഒന്നും പറയാനായിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് പോകുന്നില്ല. നമുക്ക് എക്സ്പെക്റ്റേഷൻ ഇല്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഓക്കെ, ഒന്നും ഞാൻ പറയുന്നില്ല. ആ സമയത്തിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് എല്ലാവർക്കും നല്ല ഒരു തീരുമാനമായിരിക്കും. ഓക്കെ, സോ അത് കഴിഞ്ഞാൽ നമുക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഒരേ സമയത്ത് 1:30 മണിക്ക് തന്നെ UK ടൈമിംഗ് ആണ്. UK ടൈമിംഗ് 1:30 മണിക്ക് തന്നെ GDP അനൗൺസ്മെൻറ്റും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് നാളെ രാവിലെ വെളുപ്പാങ്കാലത്ത് 12:30 UK ടൈമിംഗ്, 12 മണി ഇന്ത്യൻ ടൈമിംഗ്, എനിക്ക് തോന്നുന്നു 5 മണിയൊക്കെ ആയിരിക്കും, റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. JPYയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു ടൈമിൽ ഒന്ന് ശ്രദ്ധിച്ച് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് ഓർമ്മിപ്പിച്ച് പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെ നാളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നുമില്ല. US നിന്ന് ഉച്ചയ്ക്ക് 1:30 മണിക്ക് കോർ PCI പ്രൈസ് ഇൻഡെക്സ് വരുന്നുണ്ട്. അത് ചെറിയൊരു വോളറ്റാലിറ്റി ഉണ്ടാക്കും എന്നല്ലാതെ വലിയൊരു മാറ്റമൊന്നും മാർക്കറ്റിൽ ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവായിട്ടുള്ളൊരു ന്യൂസാണത്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമ്മൾ ടെക്നിക്കൽ സൈഡിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച് അടുത്ത ആഴ്ച സെപ്റ്റംബർ 1 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്ക് 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സായിരിക്കും. ഡീറ്റെയിൽഡ് ആയിട്ടൊരു കോഴ്സായിരിക്കും. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ചു പോകുന്നു. പക്ഷേ ഒറ്റ കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ആ ഒരു ടൈമിൽ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഇല്ലാത്ത ആൾക്കാർ മെസ്സേജ് അയക്കാതിരിക്കുക. പക്ഷേ എന്നിരുന്നാലും ചില ആൾക്കാർ, പല ആൾക്കാരും എനിക്ക് UK എന്നൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ 7:30 മണിക്കൊക്കെ ഒരു ഫ്രീ അല്ല, ഇന്ത്യൻ ടൈമിങ് 7:30ക്കും 10:30ക്കും ഫ്രീ അല്ല, ജോബ് ടൈമാണ് എന്നുള്ള കാര്യങ്ങൾ പറയുന്ന ആൾക്കാർക്ക് മാത്രം ഞാൻ വേണമെങ്കിൽ ഒരു ക്രാഷ് കോഴ്സിൻ്റെ വീഡിയോ ഞാൻ അയച്ച് തരികയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്സ്. നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഒരുപാട് ആൾക്കാർ നല്ലൊരു ബ്രോക്കറിനെ ചൂസ് ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ പല പ്രോപ്പറായിട്ടുള്ള റെഗുലേഷൻസ് ഒന്നും ഇല്ലാത്ത പല ബ്രോക്കേഴ്സിലും പോയി ചാടുന്നതായിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഒരു ബ്രോക്കർ ചൂസ് ചെയ്യാൻ നേരത്തെ നല്ല ബ്രോക്കറാണോ നോക്കുക, അതിൻ്റെ റെഗുലേഷൻസ് നോക്കുക. രജിസ്ട്രേഷൻ അല്ല, പല ആൾക്കാരുടെയും തെറ്റിദ്ധാരണയാണ്. ഇപ്പം പല കമ്പനികളും ഇവിടെ ലണ്ടനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ UAയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ ആർക്കും ചെയ്യാം. ഇവിടെ UK ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ വെറും 75 പൗണ്ട് മാത്രം മതി. പക്ഷേ അതിന് പ്രോപ്പർ റെഗുലേഷൻ ഉണ്ടോ? ഇവിടുത്തെ ഫിനാൻഷ്യൽ അതോറിറ്റി ആയിട്ട് പ്രോപ്പറായിട്ടുള്ള റെഗുലേഷൻ ഉണ്ടോ? ഏത് രാജ്യത്തെ ആണെങ്കിലും അതിനകത്ത് UAയും UK റെഗുലേഷനും ഫോറക്സ് മാർക്കറ്റിൽ റെഗുലേറ്റഡ് ആയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഗുലേഷനാണ്. അത് കിട്ടാനും പാടായിട്ടുള്ള റെഗുലേഷനാണ്. പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ട് UK, UAE, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള പ്രോപ്പർ റെഗുലേഷൻ ഉള്ളൊരു കമ്പനിയാണ്. അതിൻ്റെ കൂടെ $100,000 വരെ ലോയ്ഡ്സ് ബാങ്ക് എന്ന് പറയുന്നൊരു ബാങ്ക് ഇൻഷുർ ചെയ്യുന്നുണ്ട്. അത് ലോയ്ഡ്സ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ UK നമ്പർ 1 ബാങ്കാണ് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ നല്ല ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും നല്ല രീതിയിലുള്ള 14 ദിവസത്തേക്ക് സ്വാപ്പ് ഫ്രീ അക്കൗണ്ടും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നല്ല രീതിയിലുള്ള ബോണസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റാറിൽ നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് ഉണ്ടാവും. എനിക്ക് അതിൽ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് ചെയ്യാം. ഇല്ല, എനിക്ക് ഡയറക്റ്റ്ലി എനിക്ക്
മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കുറച്ച് ഓഫേഴ്സിനെ കുറിച്ചും എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസും കൂടെ ഞാൻ പറഞ്ഞു പോകാം. റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിച്ചിട്ടുള്ള മീറ്റിംഗ് ഓൾറെഡി ഇന്നലെ സൗദിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇന്ന് സ്വിറ്റ്സർലാൻഡിൽ നടക്കുന്നുണ്ട്, നാളെ വാഷിങ്ടണിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം സാറ്റർഡേ US പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റുമായിട്ടുള്ള ഒരു ഫോൺ കോളും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്രതീക്ഷിതമായി നമ്മൾ GDP അനൗൺസ്മെന്റ് ഒക്കെ നമുക്കറിയാം എത്ര മണിക്ക് വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അല്ല, ഇതിന് എന്തെങ്കിലും ഒരു ഡിസിഷനോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ അപ്രതീക്ഷിതമായ മൂവ്മെന്റുകൾ ഉണ്ടാവും മാർക്കറ്റിൽ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വേണം നമ്മൾ ട്രേഡിലോട്ട് ഇറങ്ങാൻ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോകുന്നു. ഓക്കെ, ഈ അപ്രതീക്ഷിത മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ട്രേഡും ചെയ്യാൻ പറ്റൂല അല്ലേ. നമ്മൾ പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇപ്പോൾ ബേസിക്കലി നമ്മുടെ ഗോൾഡിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയൊരു മൂവ്മെൻ്റ് ആണ്. വളരെ ചെറിയ മൂവ്മെൻ്റ് ആയതുകൊണ്ടിട്ട് തന്നെ പല ആൾക്കാരും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യുന്നതായിട്ട് പല ആൾക്കാരും പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരും എൻ്റെ അടുത്ത് പറയുന്നു, ഓക്കെ ഒരു വീക്കിൽ നല്ല പ്രോഫിറ്റ് ആയിരിക്കും, അടുത്ത വീക്കിൽ നല്ല പ്രോഫിറ്റ് ആയിരിക്കും, അതിൻ്റെ അടുത്ത വീക്കിൽ ഉണ്ടാക്കിയ പ്രോഫിറ്റ് മൊത്തം കൊണ്ട് കളയുന്ന ഒരു സിറ്റുവേഷനിലാണ് ആൾക്കാരുള്ളത്. ഓക്കെ, സോ ബേസിക്കലി നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക. അറ്റ്ലീസ്റ്റ് സ്റ്റോപ്പ് ലോസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്റ്റോപ്പ് ഹെഡ്ജ് എങ്കിലും ചെയ്ത് വെക്കുക മാർക്കറ്റിനെ. ഇല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പണി കിട്ടും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ ഇതാണ് എനിക്ക് നമ്മളുടെ ഫണ്ടമെന്റൽ സൈഡിൽ നിന്ന് പറഞ്ഞു പോകാനായിട്ടുള്ളത്. നമ്മുടെ ടെക്നിക്കൽ പാർട്ടിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ JPYയിലോട്ട് വരാം. JPY ഇപ്പോൾ 147.10 ആ റേഞ്ചിൽ നിൽക്കുന്നു. ഇന്നലെയും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ JPY 147 അവിടെ നിന്ന് സെല്ലെടുത്തിട്ടുള്ള ആൾക്കാർക്ക് 147 അവിടെ അല്ല 148 അവിടെ സെല്ലെടുത്തിട്ടുള്ള ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് മോർ ദാൻ ഒരു 90 പിപ്സിന്റെ പ്രോഫിറ്റ് ആണ് വന്നിട്ടുള്ളത്. വീണ്ടും JPY നമുക്ക് പ്രോഫിറ്റ്. ഈ ആഴ്ച തന്നെ JPYയുടെ മൂന്നാമത്തെ പ്രോപ്പർ ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ. ഓക്കെ, ഇതാണ് ഞാൻ പറയുന്നത്. നമ്മൾ എന്തിനാണ് ഗോൾഡിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഗോൾഡ് എന്തിനാണ് ചെയ്യുന്നത്? ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എനിക്കറിയാം ഗോൾഡിൽ നല്ല മൂവ്മെന്റ് ഉണ്ട്. പല ആൾക്കാർക്കും ചോദിക്കാൻ നേരത്തെ ഗോൾഡിൽ നല്ല മൂവ്മെന്റ് ഉണ്ടായതുകൊണ്ടാണ് ഗോൾഡിൽ ചെയ്യുന്നത്, ഗോൾഡ് നല്ല പ്രോഫിറ്റ് തരും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഗോൾഡിലെ ഒരു ദിവസത്തെ ഒരു ആവറേജ് മൂവ്മെന്റ് കഴിഞ്ഞ ഒരു വർഷം 2 വർഷമായിട്ട് ഒരു ആവറേജ് എടുത്താൽ ഒരു $40 to $50 മൂവ്മെന്റ് ഉണ്ട് ഒരു ദിവസം. ഓക്കെ, നേരെ മറിച്ച് JPYയിൽ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു $10 to $15 മാക്സിമം $20 മൂവ്മെന്റേ ഉള്ളൂ അല്ലേ. അതായത് ഗോൾഡിന്റെ മൂവ്മെന്റിന്റെ 1/3 ഉള്ളൂ JPYയിൽ അല്ലേ. സോ JPYയിലായിക്കോട്ടെ, യൂറോയിലായിക്കോട്ടെ, GBPയിലായിക്കോട്ടെ. സോ യൂറോയിലും GBPയിലും എല്ലാ ദിവസവും ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. പക്ഷേ JPYയിൽ നമുക്ക് മിനിമം ഒരു 2 ഓപ്പർച്യൂണിറ്റി എങ്കിലും പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട് ഒരാഴ്ച എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ നിങ്ങൾ ഗോൾഡിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു $3,000 അല്ലെങ്കിൽ ഒരു $5,000 അക്കൗണ്ട് എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ, ഒരു $5,000 അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന ഒരാളെടുത്ത് ഞാൻ പറയുന്നത് 0.1 ലോട്ട് എടുക്കാവുള്ളതാണ്. ഓക്കെ, അതിൽ കൂടുതൽ ലോട്ട് എടുക്കാതിരിക്കുക. എന്തിനാ വെറുതെ നമ്മൾ റിസ്ക് എടുക്കുന്നത്? അങ്ങനെ ആ ഒരു 0.1 ലോട്ടിൽ എടുക്കുന്ന ഒരാൾക്ക് JPYയിലോട്ട് വരാൻ നേരത്ത് 0.3 ലോട്ട് എടുക്കാം. ഓക്കെ, 0.3 ലോട്ട് എടുക്കുമ്പോൾ ഗോൾഡിൽ നമുക്കൊരു $15 to $20 മൂവ്മെന്റ് കിട്ടിയാൽ 0.1 ലോട്ടിൽ $200 പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ ഒരു $150 പ്രോഫിറ്റ് കിട്ടും. $15 എടുത്ത് മാറിക്കഴിഞ്ഞാൽ നേരെ JPYയിൽ നമുക്കൊരു 80 പിപ്പിന്റെ പ്രോഫിറ്റ് മതി നമുക്ക് അല്ലേ. ഒരു 80 പിപ്പ് അല്ലെങ്കിൽ ഒരു 50 പിപ്പിന്റെ മൂവ്മെന്റ് കിട്ടിയാൽ പോലും നമുക്ക് ഓൾമോസ്റ്റ് ഒരു $120-130 പ്രോഫിറ്റ് കിട്ടും 0.3 ലോട്ടിൽ ട്രേഡ് ചെയ്യുമ്പോൾ അല്ലേ. സോ ഈ സിമ്പിൾ ലോജിക്കാണ്. ഈ സിമ്പിൾ ലോജിക്കിൽ കറൻസീസിൽ ട്രേഡ് ചെയ്തപ്പോൾ എന്തിനാ ഗോൾഡിൽ നിങ്ങൾക്ക് കുറേ കാലമായിട്ട് ലോസിലാണ് എങ്കിൽ എന്തിനാണ് വീണ്ടും ഗോൾഡിലോട്ട് തന്നെ ചെയ്യുന്നത്? കറൻസി ഉണ്ടല്ലോ, കറൻസിയിൽ എക്സ്ട്രാ ലോട്ട് സൈസ് എടുക്കും. ഓക്കെ, അതിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കും. ഇന്നും എനിക്ക് പറയാനായിട്ടുള്ള സെയിം കാര്യം തന്നെയാണ്. ഇന്ന് ഇപ്പം അടുത്ത 3 മണിക്കൂറിനുള്ളിൽ നമുക്ക് GDP അനൗൺസ്മെന്റ് വരുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല. പക്ഷേ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമുക്ക് JPYയിൽ ഇന്ന് ക്ലോസിംഗ് ആവുമ്പോൾ 148 അടുത്ത് കിട്ടിയാൽ
നാളെ രാവിലെ ഏതെങ്കിലും ഒരു മാർക്കറ്റ് ടൈം രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും നമുക്ക് 148 അടുത്താണ് എങ്കിൽ നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്യാം. നേരെ മറിച്ച് മാർക്കറ്റ് താഴോട്ട് പോയി 146 അവിടെ നിന്നാൽ അവിടെ നിന്ന് നമുക്ക് ബൈയും ചെയ്യാം. ഓക്കെ, അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്താണ് എങ്കിൽ നമുക്കിത് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ മാർക്കറ്റ് ഡിസ്കഷനിൽ ഡിസ്കസ് ചെയ്ത് പോവുകയും ചെയ്യാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഓക്കെ ഓക്കെ സോ നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ ഇപ്പോൾ 1.16476 നിൽക്കുന്നു. നമുക്ക് യൂറോയിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും കമൻസ് ഇല്ല ആക്ച്വലി. ഇന്നലെ മാർക്കറ്റ് 1.1560 വരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമുക്ക് മാറി നിൽക്കുക എന്നുള്ളതാണ്. ഇന്ന് എവിടെ പോയി തീരുന്നു ഇത് സത്യം പറഞ്ഞാൽ നമുക്കൊരു എൻട്രി പോയിന്റിന്റെ മിഡിലിൽ നിൽക്കുക മാർക്കറ്റ്. ഓക്കെ, GDP അനൗൺസ്മെന്റ് വരുമ്പോൾ ഒന്നെങ്കിൽ മുകളിലോട്ട് പോകും ഒന്നെങ്കിൽ താഴോട്ട് പോകും. മുകളിലോട്ട് പോയാൽ 1.1800 അവിടുന്ന് സെല്ലെടുക്കുക. ഓക്കെ, 1.1800 അവിടുന്ന് സെല്ലെടുക്കുക. 1.1840 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. നേരെ മറിച്ച് താഴോട്ടാണെങ്കിൽ 1.1500 അവിടുന്ന് ബൈ എടുക്കുക. അതായത് ഇന്ന് അവസാനിക്കുന്നത് 1.1500 മുകളിലും നാളെ വെള്ളിയാഴ്ച 1.1500 മുകളിലും ആണെങ്കിൽ മാത്രമാണ് ബൈ എടുക്കാൻ ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, തിങ്കളാഴ്ച രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക്. നേരെ മുകളിലോട്ട് 1.1800 താഴെയാണ് ഇന്ന് അവസാനിക്കുന്നത്. നാളെ 1.1800 താഴെയാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് സെല്ലും എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, ഒരു 60-70 പിപ്സിൻ്റെ സ്റ്റോപ്പ് ലോസും വെക്കണം നിർബന്ധം. ഓക്കെ, നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പം GBP ഇന്നലെ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.3400 അവിടുന്ന് ബൈ ചെയ്യാനായിട്ട്. 1.3400 അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് നല്ല പ്രോഫിറ്റ്. ഞാൻ ചെറിയ പ്രോഫിറ്റ് എടുത്ത് മാറി. GBPയുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ടിട്ട് തന്നെ ഞാൻ ചെറിയ പ്രോഫിറ്റ് എടുത്ത് മാറി. പക്ഷേ പല ആൾക്കാർക്കും ഓൾമോസ്റ്റ് 100 പിപ്സിൻ്റെ മൂവ്മെൻറ്റ് GBPയിൽ ഇന്നലെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓക്കെ, സോ ഇന്ന് 1.3500 മുകളിലോട്ട് കയറിയോ എന്ന് ചോദിച്ചാൽ കയറിയിട്ടില്ല, കയറിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ കയറിയിട്ടുണ്ട് എന്ന് വേണമെങ്കിലും പറയാൻ പറ്റുന്ന സിറ്റുവേഷനിലാണ്. നമുക്ക് ഇന്ന് GDP അനൗൺസ്മെൻറ്റിൻ്റെ ഡേറ്റ വരുന്ന സമയത്ത് മാർക്കറ്റ് താഴോട്ട് പോവുകയാണ്. 1.3400 അവിടെ നിൽക്കണം എന്നില്ല കേട്ടോ. ചാടിക്കയറി 1.3400 അവിടെ ന്യൂസിൻ്റെ സമയത്തൊന്നും കയറി എടുക്കരുത്. നല്ല പ്രോപ്പർ സപ്പോർട്ട് ചെയ്യുന്നത് 1.3300 അവിടെ നിന്നുള്ളൊരു ബൈ ആണ്. അല്ലെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ പൊയ്ക്കോട്ടെ, തിരിച്ച് അവിടുന്ന് സെല്ലെടുക്കാൻ നിൽക്കേണ്ട. ഓക്കെ, മാർക്കറ്റ് താഴെ 1.3300 അവിടെയൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബൈ ചെയ്യാം. അതും ഈ ഒരു കണ്ടീഷൻ ഇന്ന് മാർക്കറ്റ് അവസാനിക്കുന്നത് 1.3400 മുകളിലാണ്. ഓക്കെ, നാളെ രാവിലെ 7:30 മണിക്ക് 1.3400 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്യാം. നേരെ മറിച്ച് കുറച്ചുകൂടെ താഴെ പോയി 1.3300 അടുത്താണ് ഇന്ന് മാർക്കറ്റ് അവസാനിക്കുന്നത്. നാളെ രാവിലെ 7:30 മണിക്ക് ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് 1.3300 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്യാം. ബൈ അല്ലാതെ സെല്ലില്ല GBPയിൽ എന്നുള്ള കാര്യം എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. നേരെ നമ്മളുടെ ഗോൾഡ് അണ്ണനിലോട്ട് പോകുമ്പോൾ 3400 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. 3400 ഇവിടുന്ന് എന്ത് എന്നുള്ള കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പിടിയുമില്ല ഗോൾഡിൽ എന്ന് ഞാൻ എടുത്ത് പറയേണ്ടി വരും. നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്കൊരു H4 പോയി നോക്കാം. ഓക്കെ, H4 പോയി നോക്കുമ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് 7-ാം തീയതി 3403-407 വരെയൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 408 വരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് മാർക്കറ്റ് തിരിച്ചു പോവുകയാണ് ചെയ്തത്. പക്ഷെ ഇന്ന് ഇതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. പ്രീവിയസ് 3408 വരെ പോയി. അവിടുന്ന് നമുക്ക് ഇപ്പം ഇവിടുന്ന് ഒരു സെല്ലെടുത്ത് 3408 മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കാം എന്നൊന്നും ചിന്തിക്കല്ലേ. ഇന്ന് GDP ആണ്. ഓക്കെ, സോ അതുകൊണ്ട് ഒന്നെങ്കിൽ GDP നെഗറ്റീവ് ആയാൽ, ഇത് ഞാൻ പറയുന്നത് എനിക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ, പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് US നിന്ന് വരുന്ന പല ഡേറ്റാസും നെഗറ്റീവാണ്. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡ് മുകളിലോട്ട് പോയി. ആ നെഗറ്റീവ് ന്യൂസ് വന്നപ്പം ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. ആ സ്പീച്ചിൽ റേറ്റ് കട്ട് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയപ്പോൾ ഗോൾഡ് മുകളിലോട്ട് പോയി. അതിന് മുന്നേ ആയിട്ടുള്ള നോൺ ഫാം പേറോൾ, റീറ്റെയിൽ സെയിൽസ്, ഓക്കെ, ഈ ന്യൂസുകളെല്ലാം നെഗറ്റീവായിട്ടാണ് നമ്മുടെ US ഡോളറിനെ അഫക്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡ് മുകളിലോട്ട് പോയി. സോ ഇന്ന് ബേസിക്കലി ഫോർകാസ്റ്റ് വെച്ച് നോക്കാൻ നേരത്ത് വലിയ നെഗറ്റീവായിട്ടല്ല GDP അനൗൺസ്മെന്റ് വരും എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഒന്ന്
നോക്കാം നമുക്ക് എത്രയാണ് ഫോർകാസ്റ്റ് വന്നിട്ടുള്ളതെന്ന്. ഓക്കെ, നമുക്ക് നമ്മുടെ ജി ഡി പി എവിടെ, ജി ഡി പി അനൗൺസ്മെൻറ്റ് നമുക്ക് ഇപ്പോൾ ഫോർകാസ്റ്റ് വന്നിട്ടുള്ള 3% ആണ്. ഓക്കെ, പ്രീവിയസ് 3% ആയിരുന്നു. ഓക്കെ, ഇനി എന്ത് വരും എന്ന് നോക്കി കാണണം. അപ്പോൾ ഫോർകാസ്റ്റ് 3% ആണ് എന്ന് വിചാരിച്ച് നമുക്ക് 3% വരികയൊന്നുമില്ല കേട്ടോ. അറിയില്ല, ചിലപ്പം വരാം. അപ്പം നമുക്ക് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താണ്, മാർക്കറ്റിൽ ഭയങ്കര വോളറ്റാലിറ്റിയും നല്ല രീതിയിൽ മുകളിലോട്ട് അല്ലെങ്കിൽ താഴോട്ടോ പോകാനായിട്ടുള്ള ഒരു $50 എങ്കിലും ഇതൊരു 3400 എന്ന് പറയുന്നത് ഒരു പോയിന്റായിട്ട് എടുത്തിട്ട് ജി ഡി പി അനൗൺസ്മെന്റിന് ശേഷം മാർക്കറ്റ് ഒന്നെങ്കിലും 3450-60 റേഞ്ചിലോട്ട് പോകാം, ഇല്ലെങ്കിൽ നേരെ താഴോട്ട് 3350 അല്ലെങ്കിൽ 30 എന്ന് പറയുന്ന റേഞ്ചിലോട്ടും പോകാം. ഓക്കെ, ഇത് ആണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇത്രയുമാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ മെയിനായിട്ടും എടുത്തു പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക, സേഫായിട്ട് ഇരിക്കുക. സേഫായിട്ട് മാറി നിൽക്കാനായിട്ടുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക, സേഫ് ഗാർഡ് ചെയ്യുക. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. നമ്മൾ വെറുതെ പ്രോഫിറ്റ് ഉണ്ടാക്കണം. നമ്മളൊരു സസ്റ്റൈനബിൾ ആയിട്ട് ഒരു ഓവർ എ പോയിന്റ് ഓഫ് ടൈം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെറിയ രീതിയിലുള്ള ട്രേഡ് എടുത്ത് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ട് പോവുക. ഓക്കെ, പല ആൾക്കാരും പറയാറുണ്ട്, അയ്യോ ഞാൻ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാർക്കറ്റ് പോകുന്ന സമയത്ത് നിന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ അടിക്കാറുണ്ട്, ഞാൻ ട്രേഡ് ക്ലോസ് ചെയ്യാറുണ്ടെന്ന്. പക്ഷേ എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മൾ ഓവർലോട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ ടെൻഷൻ കയറുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു കാര്യം ഗോൾഡിൽ ട്രേഡ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ആൾക്കാർ, നിങ്ങളൊരു പൊസിഷൻ കിട്ടിയാൽ നിങ്ങൾ നോർമലി എടുക്കുന്ന ലോട്ട് സൈസിൻ്റെ പകുതി എടുക്കുക. ഓക്കെ, ഒരു $20 to $25 എങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കുക, $20 എങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 1:1.5 റേഷ്യോയിൽ നമ്മൾ ടേക്ക് പ്രോഫിറ്റ് വെക്കുക. ഈ മാർക്കറ്റിൽ എനിക്കറിയില്ല, ഈ മാർക്കറ്റ് ഭയങ്കര റേഞ്ച് ബേസ്ഡ് വളരെ ചെറിയ മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ആ ഒരു തീരുമാനത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ തീരുമാനിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾ പ്രോഫിറ്റബിൾ ആവും. അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത്, അറ്റ് എൻഡ് ഓഫ് ദ ക്വാർട്ടർ നിങ്ങൾ പ്രോഫിറ്റബിൾ ആവും. ഓക്കെ, അല്ലാതെ നമ്മൾ ഒരാഴ്ച നമ്മൾ $10,000 ഉണ്ടാക്കി, രണ്ടാമത്തെ ആഴ്ച നമ്മൾ $20,000 ലോസ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? സോ ചെറിയ ലോട്ട് സൈസിൽ ചെയ്യുക. സ്റ്റോപ്പ് ലോസ് വെക്കാൻ നേരത്ത് ടൈറ്റായിട്ട് വെക്കാതെ കുറച്ച് വൈഡനായിട്ട് ചെയ്യുക ഗോൾഡിലൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട്, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കുറേ ആൾക്കാരിലോട്ട് ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. കോഴ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ എൻ്റെ ചാനലിലും അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.